ഇന്ന് നമുക്കൊരു ചുരിദാർ ടോപ്പിൽ നിന്ന് അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു അളവ് ടോപ്പ് ഇങ്ങനെ നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് വേണ്ടത് ആദ്യം ഫുൾ ലെങ്ത് നമ്മൾ ഇഞ്ച് സൈസായിട്ട് വാങ്ങുന്നത്. ഫുൾ ലെങ്ത് നമ്മൾ ഈ ഷോൾഡറിന്റെ മുകളിൽ പിടിച്ചിട്ട് സെന്റർ പോയിന്റിലേക്ക് നോക്കണം കേട്ടോ. ലെങ്ത് എനിക്ക് കിട്ടിയിരിക്കുന്നത് 44 ഇഞ്ചാണ്. നമ്മൾ ടൈറ്റ് ചെയ്ത് വലിച്ചു പിടിക്കണം. 44 ഇഞ്ച്. അപ്പൊ എനിക്ക് കിട്ടിയിരുന്നത് ഈ ടോപ്പിന്റെ ലെങ്ത് 44. അപ്പൊ 44 പ്ലസ് 1.5. അപ്പൊ ലെങ്ത് 44 പ്ലസ് 1.5 കേട്ടോ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഷോൾഡറാ നോക്കണ്ടേ. നമ്പർ 2 ഷോൾഡർ നോക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. നമ്മുടെ ഈ സ്ലീവ് തുടങ്ങുന്ന ഭാഗം കണ്ടോ. സ്ലീവ് തുടങ്ങുന്ന ഭാഗം ഈ പോയിന്റിൽ നിന്ന് ടേപ്പിനെ ഇങ്ങനെ പിടിച്ച് ഈ നെക്ക് കവർ ചെയ്ത് ഇങ്ങനെ പിടിക്കണം കേട്ടോ. എനിക്ക് ഇതിന്റെ അളവ് കിട്ടിയിരിക്കുന്നത് 14.5. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ ഈ സ്ലീവ് തുടങ്ങുന്ന ഭാഗം കണ്ടോ. ഈ സ്ലീവ് തുടങ്ങുന്നു ഈ പോയിന്റ് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള അളവ് എനിക്ക് കിട്ടിയിരിക്കുന്ന അളവ് 14.5. അപ്പൊ 14.5 ഷോൾഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ തുണിയിൽ മാർക്ക് ചെയ്യുന്നത്? 14.5/2. 14.5യുടെ പകുതി. 14.5യുടെ പകുതി എത്ര നമുക്ക് കിട്ടിയേ? ഈ ടേപ്പിന് നമുക്ക് ഇങ്ങനെ പിടിച്ച് കണ്ടെത്താം കേട്ടോ. നമുക്ക് 7.25 കിട്ടിയേക്കുന്നത്. 7.25 പ്ലസ് 1/2 ഇഞ്ച് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് 14.5. കണ്ടോ. ടേപ്പിനെ ഞാൻ 14.5 പിടിച്ചിട്ട് ടേപ്പിനെ 2ആയിട്ട് മടക്കി. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന അളവ് എത്രയാന്ന് നോക്കിക്കേ. 7.25 ഇഞ്ച്. 7 കഴിഞ്ഞ് 2 പോയിന്റ് കൂടെ 7.25 ഇഞ്ച്. 7.25 എടുത്താൽ പോരാ. 1/4 ഇഞ്ച് നമ്മൾ ഈ സ്ലീവ് ജോയിന്റ് ചെയ്യാനും 1/4 ഇഞ്ച് ഇപ്പറേ സ്ലീവ് ജോയിന്റ് ചെയ്യാനും പോയി. അപ്പോൾ 7.25 പ്ലസ് 1/2 ഇഞ്ച്. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് വരും? ഹാഫ് ഓഫ് ഷോൾഡർ പ്ലസ് 1/2 ഇഞ്ച്. അപ്പോൾ കിട്ടിയിരിക്കുന്ന ഷോൾഡർ 14.5. 14.5യുടെ പകുതി 14.5/2 നമുക്ക് എത്ര കിട്ടി? 7.25. 7.25 പ്ലസ് 1/2 ഇഞ്ച് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ ഷോൾഡർ എത്രയാ? 7.25. ഇനി വേണ്ടത് നമുക്ക് ആം ഹോൾ ലെങ്ത്. ഈ ആം ഹോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ കൈക്കുഴി ലെങ്ത്. ഈ കൈക്കുഴി ലെങ്ത് എങ്ങനെയാണ് കിട്ടിയേക്കുന്നതെന്ന് നോക്കിയാലോ. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് നോക്കാം. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കണേ. എന്നിട്ട് കിട്ടിയിരിക്കുന്ന അളവ് നമ്മുടെ ഈ ചെസ്റ്റ് കണ്ടോ. ഈ ചെസ്റ്റ് വന്നിരിക്കുന്നതിൻ്റെ പോയിന്റിൻ്റെ നേരെ എനിക്ക് കിട്ടിയിരിക്കുന്നത് 7.25. കണ്ടോ. ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ടേപ്പിൻ്റെ ഒരു പോയിന്റ് ഇല്ലേ, ഈ പോയിന്റിന് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കുക. കണ്ടോ. നോക്കിക്കേ. സ്ക്വയർ ആയിട്ട് കിട്ടിയിരിക്കുന്നത് 7 കഴിഞ്ഞ് 2 പോയിന്റോടെ കിട്ടുന്നുണ്ട് കേട്ടോ. 7.25. കണ്ടോ. അപ്പോൾ ആം ഹോൾ ലെങ്ത് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ കണ്ടുപിടിക്കാം. നമുക്ക് ടോപ്പിൽ നിന്ന് ആം ഹോൾ ലെങ്ത് കണ്ടുപിടിച്ച് 7.25. ആം ഹോൾ നിന്ന് നമുക്ക് കൈക്കുഴി ലെങ്ത് 7.25. 7.25 പ്ലസ് 1/2 ഇഞ്ച് കൂട്ടണം കേട്ടോ. 1/2 ഇഞ്ച് എന്തിനാ? ഷോൾഡർ ജോയിന്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് കിട്ടിയ അളവ് ആം ഹോൾ ലെങ്ത് 7.25. നമുക്ക് ടോപ്പിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ 7.25 മാർക്ക് ചെയ്യണേ. ഇനി അടുത്ത വേണ്ടത് ഏതാ? ചെസ്റ്റ് ലൈൻ. ചെസ്റ്റ് നോക്കുന്നത് എങ്ങനെയാ? ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ ഇങ്ങനെ പിടിക്കണം. ടൈറ്റ് ചെയ്ത് കണ്ടോ. ഇങ്ങനെ ടോപ്പിനെ ഒന്നിങ്ങനെ വലിച്ചു പിടിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന 22 ഇഞ്ച്. 22. അപ്പോൾ ഈ ടോപ്പിന്റെ ചെസ്റ്റ് അളവ് എത്രയാ? ബാക്ക് 22 ഇല്ലേ. അപ്പോൾ 22 പ്ലസ് 22 എത്ര കിട്ടിയേ? 44 അല്ലേ. ഇനി അപ്പോൾ ചെസ്റ്റ് റൗണ്ട് എത്ര നമുക്ക് കിട്ടിയേക്കുന്നത്? 44. 44/4 നമ്മൾ 44നെ 4ൽ 1 കണ്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണം കേട്ടോ. ആ 44ന്റെ 4ൽ 1 എത്ര നമുക്ക് കിട്ടിയ? 11 അല്ലേ. അത് എങ്ങനെയാ നമുക്ക് ടേപ്പിൽ കണ്ടുപിടിക്കണമെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഒരു സിമ്പിൾ മെത്തേഡ് കാണിച്ചു തരാം കേട്ടോ. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. 44 കണ്ടോ. 4 44. ആ 44ലേക്ക് നമ്മൾ ഈ ടേപ്പിനെ ഒന്നിങ്ങ് മടക്കി പിടിക്കാം. കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മടക്കി പിടിച്ചതിന് ശേഷം അതിനെ ഈ ചെറിയ അക്കം മുകളിലേക്ക് വരത്തക്ക വിധം ഇങ്ങനെ മടക്കി പിടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന അളവ് എത്രയാന്ന് നോക്കിക്കേ. 44/4 എത്ര കിട്ടിയ? 11. കണ്ടോ. 11 പ്ലസ് 1.5. അപ്പോൾ ചെസ്റ്റ് അളവ് കിട്ടിയിരിക്കുന്നത് 11 പ്ലസ് 1.5 കേട്ടോ.
അടുത്തത് വേണ്ടത് നമുക്ക് ഷേപ്പ് ലെങ്ത്. എങ്ങനെയാണ് ഷേപ്പ് ലെങ്ത് കാണുന്നത്? നമ്മുടെ ടോപ്പിൽ ഏറ്റവും വണ്ണം കുറഞ്ഞ ഭാഗം അല്ലേ, നോക്കിക്കേ, നമ്മുടെ ചെസ്റ്റ് പോയിന്റ് ഷേപ്പ് വേണ്ട, നമ്മുടെ വണ്ണം കുറഞ്ഞ ഭാഗം ഇവിടെ വരുമ്പോൾ ഹിപ്പാവും. ഇങ്ങനെ ഇവിടെ വണ്ണം കൂടിയ ഭാഗമില്ല, അത് ഹിപ്പാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഷേപ്പ് എവിടെയായിട്ട് വരുന്നത്? ബോഡിയിൽ വണ്ണം കുറഞ്ഞ ഭാഗം. ആ അളവ് മുകളിൽ നിന്ന് അളന്ന് നോക്കണം. എത്ര കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ, എനിക്ക് കിട്ടിയിരിക്കുന്നത് 13.5. കാണാമോ? 13.5. 13.5 എടുത്താൽ പോരാ, നമ്മൾ അരയിഞ്ച് ആഡ് ചെയ്യണം. അതെന്തിനാ? ഷോൾഡർ ജോയിന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ ഷേപ്പ് ലെങ്ത് 13.5 പ്ലസ് അര. അപ്പോൾ എത്ര കിട്ടി? 14. ഓക്കെ. ഞാൻ ഈ ടേപ്പ് മെഷർമെൻറ്റും ഡെമ്മിയിലെ മെഷർമെൻറ്റും എല്ലാ കാൽക്കുലേഷനും എല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മുന്നുള്ള ക്ലാസ്സുകളൊക്കെ ഒന്ന് നിങ്ങൾ കയറി ചെക്ക് ചെയ്യണേ. എന്നിട്ട് എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വേണ്ടത് ഷേപ്പ് ലെങ്ത്. ഷേപ്പ് ലെങ്ത് നമ്മുടെ ബോഡിയിൽ വണ്ണം കുറഞ്ഞ ഭാഗം എവിടെയാണെന്ന് നോക്കാം. വണ്ണം കുറഞ്ഞ ഭാഗം എനിക്ക് കിട്ടുന്നത് 13.5. 13.5 എടുത്താൽ പോരാ, 13.5 പ്ലസ് അര, 14 ഇഞ്ച്. എന്നിട്ട് 14 ഇഞ്ച് കിട്ടാൻ 13.5യുടെ പോയി നമ്മൾ ചുറ്റളവ് ഇങ്ങനെ നോക്കണം കേട്ടോ. ചുറ്റളവ് എനിക്ക് എത്ര കിട്ടിയേക്കുന്നതിനകത്ത്? 21 ഇഞ്ച്. ശരിക്കും ഇങ്ങനെ വലിച്ചു പിടിച്ച് നോക്കണേ, 21 ഇഞ്ച്. അപ്പോൾ നമുക്ക് ചുറ്റളവ് എത്രയായി? 21 പ്ലസ് 21, 42. കണ്ടോ? അപ്പോൾ നമ്മുടെ ഷേപ്പ് റൗണ്ട് എത്ര ഇട്ടിരിക്കുന്നത്? 42. അപ്പോൾ 42ന്റെ 4/1 എത്രയാ? 10.25 അല്ലേ. അപ്പം ഞാൻ 42ന്റെ 4/1 നമുക്ക് 10.5. അതെങ്ങനെയാണ് കാണിക്കുന്നത്? കാണിച്ചതെന്നില്ലേ ഞാൻ? ചെസ്റ്റ് കണ്ട പോലെ 42 ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ടേപ്പിനെ ഒന്നും കൂടി ഇങ്ങനെ മടക്കുക. അപ്പോൾ 1/4 മടക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്നത് 10.5. അപ്പോൾ ഷേപ്പ് ലെങ്ത് 13.5 പ്ലസ് അര 14. ഷേപ്പ് റൗണ്ട് നമുക്ക് 42 ആയിരുന്നു. അതിൻ്റെ 4/1 എത്ര നമുക്ക് കിട്ടിയ? 10.5. 10.5 പ്ലസ് 1.5 കേട്ടോ ഷേപ്പ് റൗണ്ട്. അടുത്തത് വേണ്ടത് ഹിപ്പ് ലെങ്ത്. ഹിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബെല്ലി ബട്ടൺ, നമ്മുടെ പൊക്കിളിന്റെ ഭാഗം എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കണം. ഇത് ഇവിടെ ഈ ഭാഗം ഉണ്ടാവും, വണ്ണം കൂടിയ ഭാഗം. ഈ ടോപ്പിൽ വണ്ണം കൂടിയ ഭാഗം എനിക്ക് ഇട്ടിരിക്കുന്നത് 18.5 ഇട്ടേക്കുന്നത്. അപ്പോൾ 18.5 എടുത്താൽ പോരാ, 18.5 പ്ലസ് അര. എന്തിനാ? ഷോൾഡർ കൂട്ടിയടിക്കാൻ. നമ്മൾ ഷേപ്പ് ലെങ്ത്തിന്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്തില്ലേ, അതുപോലെ. അപ്പോൾ ആ ചുറ്റളവ് നമ്മൾ ഇങ്ങനെ നോക്കണം. ഹിപ്പ് റൗണ്ട് ഇതിന് പറയുന്നതാണ് ഹിപ്പ് റൗണ്ട്. ഇത് എ ലൈൻ ടോപ്പാണ് കേട്ടോ. ഹിപ്പ് ലെങ്ത് നമുക്ക് എത്ര ഇട്ടേക്കുന്നത് നോക്കിക്കേ. ഇങ്ങനെ ടേപ്പിനെ ഇങ്ങനെ വലിച്ചു പിടിച്ച് നോക്കാം. തുണിയും ടേപ്പും കൂടി ഇങ്ങനെ വലിച്ചു പിടിച്ച്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന 24 ഇഞ്ച്. 24. അപ്പോൾ ഫ്രണ്ട് ഓഫ് പാർട്ട് നമുക്ക് 24 കിട്ടി. ബാക്ക് പാർട്ട് നമുക്ക് 24 ആകുമ്പോൾ 48 അല്ലേ. 48ന്റെ 4/1 കാണണം. ടേപ്പിനെ നമ്മൾ 48ലേക്ക് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഒന്നും കൂടി ഇതിങ്ങനെ മടക്കാം. നമുക്ക് എത്ര ഇട്ടിരിക്കുന്നത്? 12. അപ്പം ഹിപ്പ് ലെങ്ത് എത്ര ഇട്ടിരിക്കുന്നത്? 12 പ്ലസ് 1.5 കേട്ടോ. ഇനി വേണ്ടത് ബോട്ടം റൗണ്ട്. ബോട്ടം റൗണ്ട് ഇട്ടിരിക്കുന്നത് 34 ഇഞ്ച്. 34/2. 34ന്റെ പകുതി കാണണം. 34ന്റെ പകുതി എത്രയാ? 17. അപ്പൊ അടിവണ്ണം നമുക്ക് 17 പ്ലസ് 1.5 കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നെക്ക് ലെങ്ത്. നെക്ക് ലെങ്ത് എങ്ങനെയാ നോക്കുന്നതെന്ന് നോക്കിയേ. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കണം കേട്ടോ. ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ പോയിന്റ് കണ്ടോ, ഈ പോയിന്റ് അതിന്റെ നേരെ ഇങ്ങനെ നോക്കണം. അതിന് ഞാൻ ആദ്യം കാണിച്ചതല്ല, ചെസ്റ്റ് പോയിന്റ് ആംഹോൾ ലെങ്ത് കാണിച്ചതല്ല. ഇതുപോലെ നമ്മുടെ ഈ ടേപ്പിന്റെ ഈ പോയിന്റ് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ പോയിന്റിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കിടക്കാം. കണ്ടോ? സ്ട്രൈറ്റ് ആയിട്ട് ഇട്ടേക്കുന്നുണ്ടോ? നെക്ക് ലെങ്ത്തിന്റെ നേരെ നമ്മുടെ ഈ നെക്കിന്റെ പോർഷൻ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക കേട്ടോ. എനിക്ക് ഇട്ടിരിക്കുന്നത് 5.25. 5.25 പ്ലസ് അര. എന്തിനാ അര? നമുക്ക് ഷോൾഡർ കൂട്ടി തയ്ക്കാനായിട്ട് 1 ഇഞ്ച്. അപ്പോൾ 5.25 പ്ലസ് അര. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഓഫ് നെക്ക് ലെങ്ത് 5.25 പ്ലസ് അര 5.25. ബാക്ക് നെക്ക് ലെങ്ത് ഇത് ഇങ്ങനെ നോക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഈ പോയിന്റിന്റെ നേരെ കിട്ടിയിരിക്കുന്നത് എനിക്ക് 1.5. 1.5 പ്ലസ് അര. അപ്പോൾ ബാക്ക് നെക്ക് 1.5 പ്ലസ് അര 2 ഇഞ്ച്. ബാക്ക് ഓഫ് നെക്ക് ലെങ്ത് 2 ഇഞ്ച്. ഇനി വേണ്ടത് നെക്ക് വിഡ്ത്ത്. നെക്ക് വിഡ്ത്ത് നമ്മൾ ഈ പോയിന്റ് ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട്
ഇതിൻ്റെ അകത്തെ ഭാഗം ഇങ്ങനെ നോക്കണം കേട്ടോ. ഇതിൻ്റെ അകത്തെ ഭാഗം നോക്കിയിട്ട് നമുക്ക് എത്ര ഇട്ടേക്കുന്നത് കേട്ടോ. ഇങ്ങനെ അകത്തെ ഭാഗം പിടിക്കുമ്പോൾ കിട്ടിയിരിക്കുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്നത് 6 ഇഞ്ച്. അപ്പോൾ നെക്ക് വിട്ട് 6 ഇഞ്ച്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ നേരം നമ്മൾ മടക്കിയല്ലേ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി എത്രയാ? 3. കറക്റ്റ് 3 എടുക്കണ്ട, 4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നെക്ക് വിട്ട് 6 ഇഞ്ച് കിട്ടി, 6/2 3 കിട്ടി, 3 മൈനസ് 4 ഇഞ്ച്. അപ്പോൾ എത്ര നമുക്ക് നെക്ക് വിട്ട് കിട്ടിയേ? 2.25 അല്ലേ. അപ്പോൾ നമുക്ക് നെക്ക് വിട്ട് കിട്ടിയത് 2.25. ഇനി ഇത് നമുക്ക് ഒരു തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ കാണിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളൊരു ടോപ്പിൽ അളവെടുത്തില്ലേ, ആ അളവെടുത്തിട്ട് നമ്മളിനി എങ്ങനെ ഒരു തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ഇത് ഒരു നെയ്റ്റി ബിറ്റാണ്. ഇതിൻ്റെ തേരുവശം ഇറക്കമായിട്ട് കണ്ടോ, തേരുവശം തുണി നമ്മിങ്ങനെ വിടർത്തു കേട്ടോ. കണ്ടോ, നീളം വഴി രണ്ടായിട്ട് ഇങ്ങനെ മടക്കി, നീളം ഭാഗം രണ്ടായിട്ട് മടക്കിയതിന് ശേഷം വീതിയിലേക്ക് മടക്കുക. നീളം ഇപ്പം നമ്മൾ രണ്ടായിട്ട് മടക്കി ആ തുണിയെ വീതിയിലേക്ക് മടക്കുക. ഒരു ലൈൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് 2.5 മീറ്റർ ക്ലോത്ത് വേണ്ടി വരും കേട്ടോ. ഇത് നമ്മൾ തുണി 4ആയി മടക്കിയിട്ടു അല്ലേ. മടക്കിയിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, താഴെ നിന്ന് നമുക്ക് എപ്പോഴും തുണി സേവ് ചെയ്യാൻ പഠിക്കണ്ടേ. മുകളിൽ നമുക്ക് ഫോൾഡ് വശം മുകളിലേക്ക് ഇടാം കേട്ടോ. താഴെ നിന്ന് ലെങ്ത്ത് നമുക്ക് എത്രയായിരുന്നു വേണ്ടത്? താഴെ നമുക്ക് എന്തെങ്കിലും കറപ്ഷൻ ഉണ്ട്, ഇങ്ങനെ സ്ട്രൈറ്റ് പിടിച്ചിട്ട് ടേപ്പിനെ ഇങ്ങനെ സ്ട്രൈറ്റ് പിടിച്ച് അടി ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കണം കേട്ടോ. ഇതിപ്പോൾ വലിയ വേരിയേഷൻ ഇല്ല, അപ്പോൾ ഞാനത് ജസ്റ്റ് ഇങ്ങ് എടുക്കാം കേട്ടോ. താഴെ നിന്ന് നമുക്ക് വേണ്ടത് 44 + 1.5 അല്ലേ. 44 + 1.5. +1.5 45 കിട്ടിയിരിക്കുന്നത് 45. ആ 45 നമ്മൾ എന്ത് ചെയ്യാം, ഷോൾഡർ മാർക്ക് ചെയ്യാം കേട്ടോ. ഷോൾഡർ എത്ര നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു, 14.5 ആയിരുന്നു. 14.5/2 ഹാഫ് ഷോൾഡർ പ്ലസ് അരയിഞ്ച് എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് 7.25 ഇട്ടി. 7.25 + അരയിഞ്ച് 7.25 ഇഞ്ച് അല്ലേ. 7.25 ഇഞ്ച്. അപ്പോൾ നമുക്ക് കിട്ടിയ ഷോൾഡർ പോയിന്റ് 7.25. ഇനി ആം ഹോൾ ലെങ്ത്ത്. നമ്മൾ ടോപ്പിൽ നമുക്ക് എത്രയായിരുന്നു കിട്ടിയ? 7.25 അല്ലേ. അപ്പോൾ അതും അതുപോലെ തന്നെ 7.25 + അര. ഷോൾഡർ കൂട്ടിയടിക്കാൻ അര ഇഞ്ച് പോകുമെന്ന് പറഞ്ഞില്ലേ. 7.25 + അര. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 7.25. 7.25. അപ്പോൾ ഈ ഒന്ന് കൺഫേം ചെയ്യണം കേട്ടോ. ഈ ലൈൻ പോയില്ലേ, ഈ പോയിന്റും ഇവിടുത്തെ വിട്ടും ഈക്വൽ ആണോ നോക്കണേ. അപ്പോൾ ഇത് എത്ര കിട്ടിയേക്കുന്നതെന്ന് നോക്കിക്കേ, 7.25. ആ 7.25 ഇവിടെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. 7.25. അപ്പോൾ കറക്റ്റ് 7.25 മാർക്ക് ചെയ്യാം. ഇനി വേണ്ടത് ചെസ്റ്റ് ലൈൻ എത്രയായിരുന്നു നമുക്ക് കിട്ടിയായിരുന്ന അളവ്? ഫ്രണ്ട് ഓഫ് പാർട്ട് നമുക്ക് എത്രയായിരുന്നു കിട്ടിയായിരുന്നത്? 22 അല്ലേ. അപ്പം ചുറ്റളവ് ഞാൻ പറഞ്ഞു 44 അപ്പം 44ന്റെ 4/1 എത്ര നമുക്ക് കിട്ടിയേ? 11 അല്ലേ. 11 + 1.5 കേട്ടോ. 11 + 1.5. അവിടെ നമ്മളൊരു സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ കൊടുക്കാം. ഇനി വേണ്ടത് ആം ഹോൾ കർവിന് നമുക്ക് 1.5 ഇഞ്ച് കണ്ട, ഈ പോയിന്റിൽ 1.5 ഇഞ്ച് ഇത് ഇങ്ങനെ കോൺ പിടിക്കുക. ഇതിന് ശേഷം ഈ ആം ഹോൾ ലെങ്ത് നമ്മൾ എത്രയായിരുന്നു എടുത്തത്? 7.25 അല്ലേ. ആ 7.25ന്റെ മിഡ് ഈ ടേപ്പിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മിഡ് പോയിന്റ് കിട്ടും കേട്ടോ. ഈ മിഡ് പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ ഈ ലൈനിന് താഴേക്ക് പോകണം കേട്ടോ. ഈ പോയിന്റിലേക്ക് കണ്ട 1/4 നമ്മുടെ സീം അലവൻസിലേക്ക് കണ്ട തയ്യൽ തുമ്പിലേക്ക്. ഓക്കെ, ആം ഹോൾ കർവ് പോയേക്കുന്നുണ്ടോ? ഇത് നമ്മുടെ ആം ഹോൾ കർവ് എന്ന് പറയും കേട്ടോ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തത്.
ഇനി വേണ്ടത് ഷേപ്പ് ലെങ്ത് നമുക്ക് ടോപ്പ് ലെങ്ത് എത്ര കിട്ടിയിരുന്നത് 13.5 അല്ലേ. 13.5 പ്ലസ് അര. അപ്പൊ നമുക്ക് കിട്ടിയത് അരയിഞ്ച് ഷോൾഡർ കൊട്ടിയടിക്കുമ്പോൾ പോകുന്ന പറയില്ലേ, അപ്പൊ 14 ഇഞ്ച്. ഷേപ്പ് റൗണ്ട് നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? 42 അല്ലേ. ചുറ്റളവ് നമുക്ക് കിട്ടിയത് 42. 42ന്റെ 4/1 നമുക്ക് 10.5. ആ പോയിന്റിൽ 10.5 പ്ലസ് 1.5 കേട്ടോ. ഇതിങ്ങനെ തിരിച്ചെടുക്കുക. 10.5 പ്ലസ് 1.5 കണ്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് ചെസ്റ്റ് ടു ഷേപ്പ്. ഷേപ്പ് ഓർ വേസ്റ്റ് എന്ന് പറയും കേട്ടോ. ഷേപ്പ് എന്നും പറയും, വേസ്റ്റ് എന്നും പറയും. ഇപ്പം ഷേപ്പ് ഇത് നമുക്ക് കട്ട് ചെയ്യേണ്ടത്, നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം നമ്മുടെ കറക്റ്റ്. ഹിപ്പ് ലെങ്ത് നമുക്ക് എത്രയായിരുന്നു? 18.5 ആയിരുന്നു. അപ്പോൾ അര ഇഞ്ച് കൂട്ടി 19 ഹിപ്പ് ലെങ്ത്. അവിടെ നമുക്ക് ഹിപ്പ് റൗണ്ട് 48 അല്ലേ ടോപ്പിൽ കിട്ടിയത്. ആ നമുക്ക് 48ന്റെ 4/1 എത്ര കിട്ടിയ? 12.5 അല്ലേ. 12.5 പ്ലസ് 1.5 കേട്ടോ. 12.5 പ്ലസ് 1.5 കണ്ടോ. ഇനി ഈ ഷേപ്പിൽ നിന്ന് നമ്മൾ ഹിപ്പ് റൗണ്ടിലേക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്യാം. നമ്മൾ ടേപ്പ് പിടിച്ചേക്കുന്നുണ്ടോ? ഓക്കെ. എന്നിട്ട് നമുക്ക് വേണ്ട താഴെ ബോട്ടർ റൗണ്ട് നമ്മൾ 34 പറഞ്ഞില്ലേ. 34ന്റെ പകുതി 17. അപ്പൊ നമുക്ക് ഈ നെയ്റ്റ് ബിറ്റ് ആകുമ്പോൾ നമുക്ക് ഇത് എത്ര കിട്ടും? ഒരു 16 ആണ്. 17 അറ്റമുണ്ട് കേട്ടോ. അപ്പൊ ആ പോയിന്റിലേക്ക് നമ്മൾ ഈ പോയിന്റിനെ, ഇത് നമ്മളൊരു എ ലൈൻ ടോപ്പാട്ടോ. അപ്പൊ നമ്മൾ ആ എ ഷേപ്പിലേക്കാണ് നമ്മളിങ്ങനെ ഇവിടെ തൊട്ട് ഇങ്ങനെ ചെരിച്ച് കണ്ടോ. ഇവിടെ വരുമ്പോൾ ഒരു കേർവ് അടിങ്ങനെ തന്നെ പോകണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അര ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പില്ലേ, അര ഇഞ്ച് ബേസ് ചെയ്ത് നമ്മൾ ഈ പോയിന്റൊക്കെ നമുക്ക് ജോയിന്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മൾ തയ്ക്കുന്ന ഭാഗം കേട്ടോ, തയ്ച്ച് വരുന്ന ഭാഗം. ഓക്കെ. താഴ്ഭാഗം നമുക്ക് 2 ഇഞ്ച് ഇത് കേർവ് ചെയ്യാം. ഇത് കോട്ടൺ ക്ലോത്ത് ആണ്ട് 2 ഇഞ്ച്, അല്ലെങ്കിൽ നമ്മൾ 3 എടുക്കും കേട്ടോ. 2 ഇഞ്ച് താഴേന്ന് മുകളിലേക്ക് എടുക്കുക. ഈ 17 അല്ലേ ബോട്ടം കൊണ്ട് കിട്ടിയത്. അപ്പൊ അതിന്റെ മിഡ് കാണാം. നമ്മൾ ഈ ടേപ്പിനെ ഇങ്ങനെ ഒന്ന് മടക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മിഡ് പോയിന്റ് കിട്ടും കേട്ടോ. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ജസ്റ്റ് ഒരു കേർവ് കൊടുക്കുക കേട്ടോ. ഓക്കെ. ഇനി വേണ്ടത് നെക്ക് ലെങ്ത്, നെക്ക് വിഡ്ത്ത്. നമ്മൾ ബാക്കിയുള്ള എല്ലാ അളവുകളും മാർക്ക് ചെയ്തു. ഇനി വേണ്ടത് നെക്ക് ലെങ്ത് എത്രയായിരുന്നു ഞാൻ പറഞ്ഞേ? ഫ്രണ്ട് ഓഫ് നെക്ക് ലെങ്ത് 5.25 അല്ലേ. 5.25 പ്ലസ് അര 5.25. അപ്പൊ നെക്ക് ലെങ്ത് നമുക്ക് വേണ്ടത് 5.25 ഫ്രണ്ട്. ബാക്കി എത്രയായിരുന്നു പറഞ്ഞ? 1.5 പ്ലസ് അര 2 അല്ലേ പറഞ്ഞേ. ഇതൊരു റെഡിമെയ്ഡ് ടോപ്പാട്ടോ. അപ്പൊ അതാണ് നെക്കൊക്കെ കുറഞ്ഞു പോയേക്കണം കേട്ടോ. നെക്ക് ലെങ്ത് 1.5 പ്ലസ് അര 2. ഇനി നെക്ക് വിഡ്ത്ത് ഞാൻ എത്രയായിരുന്നു പറഞ്ഞായിരുന്നേ? നമുക്ക് ആ ടോപ്പിൽ നിന്ന് അളന്നപ്പോൾ അതിൻ്റെ അകം കിട്ടിയത് 6 6/2 3 3 മൈനസ് 4 ഇഞ്ച് 2.25. അപ്പോൾ നമ്മുടെ നെക്ക് വിഡ്ത്ത് 2.25. ആ 2.25 നമ്മൾ എന്ത് ചെയ്യണം? താഴേക്ക് സ്ക്വയർ ഔട്ട് ചെയ്തെടുക്കണം. കണ്ടോ. ഈ ബാക്ക് നെക്ക് വിഡ്ത്തും ഒന്ന് തന്നെയല്ലേ. ഫ്രണ്ടും ബാക്കും നെക്ക് വിഡ്ത്ത് ഒന്ന് തന്നെ, ലെങ്ത്തിലെ വേരിയേഷൻ ഉള്ളൂ കേട്ടോ. ബാക്ക് നമുക്കൊരു റൗണ്ട് നെക്ക് ചെയ്യാം. ഫ്രണ്ടും നമുക്ക് ഒരു റൗണ്ട് നെക്ക് ചെയ്യാം കേട്ടോ. ഒരു അര ഇഞ്ച് പോയിന്റ് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇതിൽ മുട്ടത്തക്ക വിധം നമ്മൾ ഇങ്ങനെ റൗണ്ട് ആക്കി എടുക്കണം കേട്ടോ. ക്ലിയർ ആവുണ്ടോ? ബാക്ക് ഫ്രണ്ട് ഒന്ന് കട്ട് ചെയ്താലോ? റൗണ്ടിൻ്റെയൊക്കെ അത് കട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശരിക്കും ശ്രദ്ധിക്കണേ. ആദ്യം തന്നെ ഓടിച്ചത് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യല്ലേ. ആദ്യം ഫസ്റ്റ് പോയിന്റ് കണ്ടോ, ഇവിടെ കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുക. ശേഷം നമ്മളിങ്ങനെ കത്രികയിൽ ഇങ്ങനെ കയറ്റി വയ്ക്കണം. കണ്ടോ, കയറ്റി വച്ചതിന് ശേഷം കേറുവായിട്ട് കണ്ടോ പോകുന്നുണ്ടോ, റൗണ്ട് വരുന്നുണ്ടോ. കത്രി എടുക്കാതെ കണ്ടോ, ആ റൗണ്ട് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ കത്രിക എടുക്കാവുള്ളൂ. നമ്മൾ ലൈൻ ചെയ്ത പോയിന്റ് കവർ ചെയ്ത് ഇങ്ങനെ വെക്കണം കേട്ടോ. ആ ലൈൻ നമുക്ക് കിട്ടണം. ഓക്കെ. ഇനി ഈ പോയിന്റ് ഇതിങ്ങനെ, ഇതിൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ആം ഹോൾ കുഴിച്ചും കട്ട് ചെയ്യുന്നില്ല. ഡയറക്റ്റ് ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്യണുള്ളൂ കേട്ടോ. ഇനി വരും വീഡിയോകളിലൊക്കെ നമുക്ക് എല്ലാം ചെയ്യാം കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് വീഡിയോസ് ഇടാം കേട്ടോ.
പിന്നെ എനിക്ക് ക്ലാസ്, ഞങ്ങൾ ഫാഷൻ ഡിസൈനിങ് സ്കൂളാണ്, നമുക്ക് ഓഫ്ലൈനും ഓൺലൈനും ക്ലാസ്സുകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ് നമുക്ക് ഓരോ സെക്ഷൻ എടുത്തും പഠിക്കാം. ചുരിദാർ, ഗൗണ്, പർദ്ദ എന്ത് വേണമെങ്കിലും നമുക്ക് ഓരോ സെപ്പറേറ്റ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ. ചെസ്റ്റ് പോയിന്റിലേക്ക് നമ്മളിങ്ങനെ വച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ടോ? എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കൂർത്തൊന്നും എടുക്കല്ലേ. അത് ഇങ്ങനെ ജസ്റ്റ് ഇത് ഇങ്ങനെ പിടിക്കുക. ചില പിള്ളേർ ഇങ്ങനെ കൂർത്ത് പിടിച്ച് കൊണ്ടുപോകും. കണ്ടോ? നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്തൊക്കെ അത്രയും ഇങ്ങനെ കയറ്റി വച്ചിട്ട് കേറുവാക്കണം. പോകുന്നുണ്ടോ? ഈ എയർലൈൻ നമ്മൾ സൈഡ് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അത്ര ക്ലിയർ ആയിട്ട് അങ്ങോട്ട് കിട്ടില്ല. പിന്നെ ഷേപ്പായിട്ട് വരണം. ഇനി അതുപോലെ അടി വേണം. അടി നമ്മൾ താഴെ ഇതിൻ്റെ മിഡിൽ നിന്ന് 2 ഇഞ്ചിലേക്ക് കേറുവായിട്ടല്ലേ. കണ്ടോ? ജസ്റ്റ് കയറും മതി കേട്ടോ. ഇനി എന്താ ചെയ്യണേ? നമുക്ക് കട്ട് ഇവിടെ ഒരു നോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. ഒരു നോട്ട്സ് ഇവിടെ ചെറിയ കട്ട്സ് കൊടുത്തേക്കാം. അതെ, അപ്പോൾ നമുക്ക് സൈഡ് കൂട്ടേണ്ട ഭാഗം മനസ്സിലാക്കാൻ പറ്റും. ചെറുതൊരു ചെറിയ കട്ട്സ്. ഇനി ബാക്കിനേക്ക് കട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ട്. ബാക്ക് നമ്മളിങ്ങ് മാറ്റി വച്ചതിന് ശേഷം നമ്മൾ ബാക്ക് പാർട്ടിനെ ഒന്ന് മാറ്റി വച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. ഫ്രണ്ട് പാർട്ട് നെക്ക് കട്ട് ചെയ്യാം കേട്ടോ. കണ്ടോ? അപ്പോൾ ബാക്ക് മാറ്റി വെച്ചു. ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതും റൗണ്ട് നെക്ക് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ട് നെക്ക് നമ്മൾ ഈ പോയിന്റൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ബാക്ക് മാറ്റിയപ്പോൾ ഇവിടെയൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് വേണം നെക്ക് കട്ട് ചെയ്യാനായിട്ട്. നോക്കിയത് കണ്ടോ? ജസ്റ്റ് കട്ട് ചെയ്യുക. കത്രികയിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് കേറുവായിട്ടാണ് റൗണ്ട് വരുന്നുണ്ട്. കത്രി എടുക്കല്ലേ. വേണ്ട, ഇവിടെ വരുമ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് പോകാം. ഇങ്ങനെ വന്നാലേ നമ്മൾ റൗണ്ട് നെക്ക് ക്ലിയർ ആയിട്ട് വരുള്ളൂ കേട്ടോ. കണ്ടോ? കറക്റ്റ് റൗണ്ട് വന്നില്ല എന്നൊക്കെ. ഇനി വേണ്ടത് നമുക്ക് സ്ലീവ്. മുകളിൽ നമ്മൾ ആ കട്ട് ചെയ്ത് വച്ചില്ലേ ബാലൻസ് പീസ്, താഴെ നിന്നല്ലേ നമ്മൾ അളവെടുത്തത്. അതാണ് നമുക്ക് മുകൾ പാർട്ട് നമുക്ക് സ്ലീവ് ചെയ്യാനായിട്ട് കിട്ടും. സ്ലീവ് ലെങ്ത് എത്രയായിരുന്നു ഞാൻ പറഞ്ഞേ? 15 അല്ലേ? തുണീനെ 4 മടക്കിയിട്ട് ഫോൾഡ് സൈഡ് നമുക്ക് നേരെ കേട്ടോ. ഇത് കണ്ട ഫോൾഡ് നമ്മളെ ടോപ്പ് കട്ട് ചെയ്ത പോലെ തന്നെ ഫോൾഡ് സൈഡ് നമുക്ക് സൈഡ് നിൽക്കണം. ലെങ്ത് +1.5. ലെങ്ത് നമുക്ക് എത്രയായിരുന്നു കിട്ടിയ? 15. അപ്പോൾ ഉണ്ട് ഇതിനകത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. 15 + 1.5 16. ഓക്കെ. ഇനി നമ്മുടെ സ്ലീവ് വീതി കാണുവാനായിട്ട് എന്താ ചെയ്യണേ? നമുക്ക് ഈ കൈക്കുഴി പാർട്ട് ഒന്ന് അളന്ന് നോക്കി പല മെത്തേഡുകളുണ്ട് കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഓരോ വരും വീഡിയോകളിലൊക്കെ ഓരോന്നൊക്കെ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. കണ്ടോ? നമ്മുടെ ഈ കൈക്കുഴി കട്ട് ചെയ്തില്ലേ? കൈക്കുഴി കട്ട് ചെയ്ത ഭാഗം നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് അളന്ന് നോക്കിയാലും നമുക്ക് ആ വീതി കിട്ടും കേട്ടോ. കണ്ടോ? അത് കൊടുക്കണ്ട. നമുക്ക് സ്ലീവ് ലെങ്ത് കണ്ടു അല്ലേ? സ്ലീവ് ലെങ്ത് 15 ആയിരുന്നു. 15 + 1.5 16. ഓക്കെ. നമുക്ക് ഇനി മുകളിലെ സ്ലീവ് വീതി കാണുവാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത ബോഡി പാർട്ടില്ലേ? ബോഡി പാർട്ട് കട്ട് ചെയ്ത കൈക്കുഴിനെ നമ്മളിത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വീതി കിട്ടും കേട്ടോ. അരയിഞ്ച് നമ്മളിത് ഇങ്ങനെ മാറ്റി പിടിക്കണം. കാരണം കൂട്ടി അടിക്കുമ്പോൾ പോകില്ലേ? ഉണ്ടോ? നമ്മുടെ പോയിന്റ് ഇത് ഇവിടെ കിട്ടി. അവിടെ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ ചെയ്യാം. ഈ പോയിന്റിൽ നിന്ന് മുകളിൽ നിന്ന് നമുക്ക് താഴേക്ക് 3.5 ഇഞ്ച് നമ്മളിവിടെ ഒരു മാർക്കിങ് കൊടുക്കാം.
എന്നിട്ട് ഈ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ക്രോസ് ലൈൻ ചെയ്യാം. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് പോകട്ടോ. അതിന് ശേഷമുള്ള അളവ് നമുക്ക് എത്രയാണെന്ന് നോക്കാം. അത് കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിൻ്റെ ആം ഹോൾ റൗണ്ട് ചുറ്റളവ് എടുത്തിട്ട് അതിൻ്റെ പകുതി കിട്ടുന്ന അളവ് നമുക്കിത് ഇങ്ങനെ നോക്കാം. അല്ലെങ്കിൽ ഇവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടേക്കണം. നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ അളവ് ഇത് 10 അല്ലേ, 10ൻ്റെ പകുതി എത്രയാ, 5 മീറ്റർ. ഈ മിഡിലേക്ക് നമ്മൾ ഈ പോയിന്റ് നമ്മൊരു 2 ഇഞ്ച് നേരെ നിൽക്കത്തക്ക വിധം ഇങ്ങനെ വെച്ചിട്ട് ഈ പോയിന്റിലേക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ കയറുക പറഞ്ഞു, കണ്ടോ. എന്നിട്ട് ഒരു 4 ഇഞ്ച് നേരെ താഴേക്ക് എടുത്തിട്ട് കയറുവാക്കിയിട്ട് നമ്മുടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിലേക്ക് ഇതിങ്ങനെ പോകണം കേട്ടോ, കണ്ടോ. ഇത് ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ജസ്റ്റ് കൈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഈ പോയിന്റിൽ ഇങ്ങനെ പിടിക്കാം. ജസ്റ്റ് ഇതിങ്ങനെ കയറി ചെയ്ത് കണ്ടോ, തിരിച്ച് റൗണ്ട് വരുന്നുണ്ടോ, ഇങ്ങനെ വരും കേട്ടോ. ഇനി കൈയുടെ അടിവണ്ണം ഏതാ വേണ്ടേ. എന്നിട്ട് ഇത് കറക്റ്റ് ആണോ എന്ന് പറയാൻ നമുക്ക് നമ്മുടെ കൈക്കുഴി വച്ചിട്ടൊന്ന്, നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത കൈക്കുഴി പാർട്ടില്ലേ, ഇതിനെ വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങനെ ഷോൾഡർ കൂട്ടി അടിക്കാനായിട്ട് പോകില്ലേ, ആ പോയിന്റ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മുടെ ഷേപ്പ് ഇത് ഇങ്ങനെ വെച്ച് നോക്കും കേട്ടോ. നമുക്ക് കറക്റ്റ് അളവ് കിട്ടി കേട്ടോ. ഈ കൈയുടെ അടിവണ്ണം ഞാൻ എത്രയായിരുന്നു പറഞ്ഞ, 6 അല്ലേ, 6 + 1.5. കൈയുടെ അടിവണ്ണം 6 + 1.5. ഇനി ഇത്തിരി മുകളിൽ നമുക്ക് സെൻറ്റർ ഭാഗത്തായിട്ട് വരും എത്ര വേണ്ടേ, 6.5. ചുളുക്കുള്ളതിനൊക്കെ നിവർത്തിയിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്യാൻ. സ്ലീവ് സെൻറ്റർ 6.5, 6.5 + 1.5 കേട്ടോ, 6.5 + 1.5. ഈ പോയിന്റ് നമ്മളത് അടിവണ്ണത്തിലേക്ക് ഇതിങ്ങനെ മാർക്ക് ചെയ്യാം കണ്ടോ. ഇനി അടിവണ്ണം നമുക്ക് അടിമടക്കി തയ്ക്കാനായിട്ട് 1 ഇഞ്ച് നമ്മളിങ്ങനെ ഹൈറ്റ് ചെയ്തിട്ട് 1 ഇഞ്ചിന് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ അളവിൽ ആ പോയിന്റിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 2 ഇഞ്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരെ 2 ഇഞ്ചിൻ്റെ ബാക്ക് വെച്ച് തുടങ്ങണം കേട്ടോ, കണ്ടോ. കേറുവായിട്ട് അതിങ്ങനെ പോകണം. 4 ഇഞ്ച് താഴ്ത്തി എടുത്തില്ല, ജസ്റ്റ് അത് ഇങ്ങനെ കേറുവായിട്ട് വന്ന് നമ്മുടെ 1.5 ഇഞ്ചിലേക്ക് വന്ന് നിൽക്കുന്നുണ്ടോ. ഞാൻ 1 ഇഞ്ച് നമ്മൾ ക്രോസ് ചെയ്ത് കൊടുത്തില്ലേ, അതൊന്ന് ചെരിച്ചത് ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ മടക്ക് ഭാഗം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഈ പോയിന്റിൽ നമ്മൾ ചെറിയ കട്ട്സ് കൊടുക്കണം കേട്ടോ. ഇനി വേണ്ടത് ഫേസിങ്. ഇനി നമുക്ക് ഫേസിങ് കട്ട് ചെയ്യാം. നമുക്ക് ബാലൻസ് ക്ലോത്തിൽ നിന്ന് ഞാനത് ഇത്രയും ഭാഗം നമുക്ക് കിട്ടി കേട്ടോ. ഫേസിങ് ഈ നെക്ക് തയ്ക്കാണ്ട് നമുക്ക് ഫേസിങ് വേണ്ടേ. അപ്പോൾ ഇത് ഇങ്ങനെ വച്ചിട്ട് നമ്മുടെ ഈ ഫോൾഡ് കണ്ടോ, ഈ തുണി മടിക്കതിൻ്റെ ഫോൾഡും ഈ തുണിയുടെ കട്ട് ചെയ്ത പീസിൻ്റെ ഫോൾഡ് നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ. താഴെ നമുക്കൊരു 1.5 ഇഞ്ച് നിൽക്കത്തക്ക വിധം വേണം നമ്മളിങ്ങനെ കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ അകം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ നെക്കിൻ്റെ അകം നമ്മളത് ഇങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ, കണ്ടോ. അതേ നെക്ക് റൗണ്ട് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് ഫേസിങ്ങിൻ്റെ വീതി 1.5 ഇഞ്ച്, ഈ പോയിന്റിലും 1.5 ഇഞ്ച്. ഔട്ട്ലൈൻ നമുക്ക് അകത്തേക്ക് പോകാനുള്ളപ്പോൾ 1.5 മതി കേട്ടോ. 1.5 കണ്ടോ. ഈ പോയിന്റിൽ ചുറ്റും നമ്മൾ 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ. 1.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനേക്ക് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ റൗണ്ടായിട്ട് തന്നെ കണ്ടോ. നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന് ഫേസിങ് നട്ടാ പറയുന്നുണ്ട്. കുറച്ച് കട്ട് ചെയ്ത് വയ്ക്കുക. കത്രികയിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് കത്രിക എടുക്കല്ല, അതേ കണ്ട, അങ്ങനെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ആ പോയിന്റ് എടുക്കാതെ തന്നെ ചെയ്യണം കേട്ടോ. എടുത്ത് പോയാൽ നമ്മൾ ആ പോയിന്റിലേക്ക് ഇങ്ങനെ കത്രിക കയറ്റി വെച്ചിട്ട് റൗണ്ട് ഇങ്ങനെ കൊടുക്കണം. കണ്ടോ, വേറിട്ട് നിൽക്കരുത്, എല്ലാ റൗണ്ട് പോയിന്റ് കിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ ഔട്ട്ലൈനും കുറച്ച് കട്ട് ചെയ്ത് വയ്ക്കാം.
സ്റ്റിച്ചിങ് നന്നായിട്ട് അറിയാവുന്നവർ ഇത് കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. കാരണം ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഞാൻ ക്ലാസ് കൊടുക്കുന്നത്. നിങ്ങൾക്കൊക്കെ ബോറടിക്കും ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നമ്മൾ ഔട്ട്ലൈൻ നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്യും. കണ്ടോ, അപ്പോൾ നമുക്ക് കറക്റ്റ് ഫേസിങ് കിട്ടി. ഫ്രണ്ട് പാർട്ടിൻ്റെ ഫേസിങ് ആയി അല്ലേ. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ എടുക്കാം. അതുപോലെ തന്നെ ബാക്ക് പാർട്ടും രണ്ടായി മടക്കിയിട്ടതിന് ശേഷം അതുപോലെ ഒരു പീസ് ഞാൻ ബാലൻസിൽ നിന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒന്ന് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി നമ്മുടെ ഈ നെക്ക് പോർഷൻ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കണ്ടോ, ഫോൾഡ് ടു ഫോൾഡ് അത് ചെയ്ത പോലെ തന്നെ ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അകം നമ്മളിത് ഇങ്ങനെ കൊടുക്കുക. ഇതും അതുപോലെ തന്നെ 1.5 ഇഞ്ച് ഔട്ട്ലൈൻ കേട്ടോ. ഈ പോയിന്റിൽ 1.5 ഇഞ്ച്. ആ നമ്മളൊന്ന് ആദ്യത്തെ പോലെ തന്നെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്യുക. കത്രികനെ കയറ്റി വച്ചിട്ട് കത്രി എടുക്കാതെ കണ്ടങ്ങനെ പോകും. അതുപോലെ ഈ കാട്ട പോയിന്റ്, ഈ പോയിന്റിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് ഷേപ്പ്. നമ്മുടെ ബാക്കിൻ്റെ ഫേസിങ് കിട്ടി. ഇനി ഒന്ന് സ്റ്റിച്ചിങ് വീഡിയോ ഇടാം കേട്ടോ.